ഇമോഷൻ കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു പടം എന്ന് വെച്ചാൽ 100% ലാലേട്ടൻ പടം. ഒരു ഹിന്റ് പോലും പുറത്തു വിട്ടേക്കല്ലോ കേട്ടോ. അതുപോലെയാണ് പടം ചെയ്തിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ 100% ലാലേട്ടൻ സിനിമ. നമ്മൾ പഴയ ഒടിന് മുമ്പുള്ള ലാലേട്ടൻ്റെ പല മാനസികങ്ങളും തിരിച്ചു വന്നു. ഇതില്ല അവസാനത്തെ എന്തൊക്കെയുണ്ടല്ലോ, അവസാനത്തെ ഒരു മറുപടി പോലും പറയാനില്ലാതെ പടം തീർന്നിരിക്കുകയാണ്. അത്രയ്ക്ക് ഫിനിഷിങ് പടം. സ്ക്രിപ്റ്റ്, അടിപൊളി ക്യാമറ, എഡിറ്റിംഗ് എല്ലാം ഒന്നിനൊന്നിനെ വെച്ച എല്ലാം. കഥ പറയത്തില്ല. മോഹൻലാൽ 100% ഒരു മോഹൻലാൽ പടം. മോഹൻലാൽ നമ്മൾ തിരിച്ചു കണ്ടു. അയ്യോ ഭയങ്കരമായിട്ടും. അതെ, എമ്പുരാനിൽ എന്ത് മിസ്സായോ അത് കൃത്യം നമുക്ക് ഇതിൽ കിട്ടും. നല്ല മുണ്ടെടുത്ത നല്ല ഇടിയിടിക്കുന്ന ലാലേട്ടനെ കാണാൻ പറ്റും. സത്യം അല്ല പഴയ വിന്റേജ് ലാലേട്ടനെ തിരിച്ചിട്ടെന്ന് തോന്നിയോ പടം കണ്ടു കഴിഞ്ഞപ്പോൾ? ഗംഭീരം. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ നമുക്ക് ലാലേട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഒരു ആരാധിക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകർ എന്താണ് ലാലേട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അതെല്ലാം ഉള്ളൊരു സിനിമയാണ്. ഐസൻസുകളെല്ലാം ഉണ്ട്. നിങ്ങൾ പോയി കാണും. എല്ലാവർക്കും ഇഷ്ടം. ഫാമിലി ഡ്രാമയാണ് പടം. തനിമുദ്ദയുടെ വലിയ ഫാനാന്ന് തെളിയിച്ചോ സിനിമയിൽ? എന്തോ തനിമുദ്ദ ലാലേട്ടൻ്റെ ഫാനാന്ന് എപ്പോഴും തെളിയിച്ചോ? അതെ അതെ, ഒരു ഫാൻ ബോയ് ചെയ്ത പടം പോലെ തന്നെയാണ്. മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് കുറേ വർഷങ്ങളായിട്ട് പറയുന്ന എല്ലാവർക്കും ഒരു ഉത്തരമായിരുന്നു ഈ സിനിമയാണ് തോന്നിയത്. അതും ഒപ്പം എന്ന സിനിമയ്ക്ക് ശേഷം ആണെന്ന് തോന്നുന്നു. അത്രയും വളരെ അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വളരെ നന്നായി ഈസോടെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മോഹൻലാൽ പഴയ ഡയലോഗുകളും കുറേ സിനിമകളുടെയും അങ്ങനെ കുറേ എലമെൻറ്റ്സ് എല്ലാം കേട്ട് നല്ലൊരു പാക്കേജ് ആയിരുന്നു ഈ സിനിമ. ഹരമൂർത്തി നന്നായിട്ട് തന്നെ മോഹൻലാൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ജസ്റ്റിഫയബിൾ ആയിരുന്നു സിനിമയുടെ. ത്രില്ലിംഗ് ആണെങ്കിലും ത്രില്ലറായിരുന്നു. ഭയങ്കര ഹൈ ഓൺ ഇമോഷൻസ് ആയിരുന്നു. ഡ്രാമയുണ്ട്, ഫാമിലി ഉണ്ട്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും മോഹൻലാൽ, ശോഭനയ്ക്ക് സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും വളരെ നന്നായിട്ട് തന്നെ ഉള്ള റോള് തന്നെ ചെയ്തിട്ടുണ്ട്. മക്കളാണെങ്കിലും ഇതിൽ മ്യൂസിക്, എഡിറ്റിങ്ങും എല്ലാം വളരെ നന്നായിരുന്നു. അത് നല്ലൊരു ഫാമിലി ഡ്രാമയുണ്ട്. അതുപോലെ ത്രില്ലിംഗ് ഉണ്ട്. ഒരു ഫാമിലിക്ക് പറ്റിയൊരു സിനിമ. ഇതിന്റെ പ്രൊമോഷനൊക്കെ വളരെ ലൈറ്റായിട്ട് ഒരു ഹൈപ്പ് കൊടുക്കണ്ടാണല്ലോ. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. ഈ തരുൺമൂർത്തി ആണെങ്കിലും ഒരിടത്തും എല്ലായിടത്തും ഒരു ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ തന്നെ ഈ പടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഡ്രാമയെക്കാളും കൂടുതൽ ഒരു ത്രില്ലർ സിനിമയാണ്. ഒരു ത്രില്ലർ ഡ്രാമ ഒരു ജോണറിൽ വേണമെങ്കിൽ ഇതിൽ കയറ്റാം. എന്തായാലും അത് വളരെ നല്ല കാര്യമാണ്. ഇത്രയും ലോ ഈ ഹൈപ്പ് കൊടുത്തതിൻ്റെ ആണ് ഈ പടം ഇത്രയും അടിപൊളിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റു ചില താരങ്ങളുടെ ഫാൻസൊക്കെ ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ അഭിനയിക്കാറില്ല, പണ്ടത്തെ പോലെ കണ്ണച്ചടിക്കുന്നില്ല, അത് ഇതിൽ മാറി കിട്ടി. എങ്ങനെയാണ് എല്ലാം പറയൂ. ഭയങ്കര ഇതിനകത്ത് കുറേ നമ്മുടെ എഡിറ്ററും സിനിമാറ്റോഗ്രാഫറൊക്കെ പറഞ്ഞത് ഇതിനകത്ത് ഭ്രമരവും തന്മാത്രയുടെയും കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ശരിക്കും അത് കാണുമ്പോൾ അവർ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരെ തന്നെ ഇതെല്ലാം മാറ്റി പറഞ്ഞോളും. അതിനുള്ള എലമെൻറ്റ്സ് എല്ലാം ഈ സിനിമയുടെ അകത്ത് എന്തായാലും ഉണ്ടാകും. സെയിം ഒപ്പീനിയൻ. നല്ല ഇഷ്ടപ്പെട്ടു പടം. അവർ നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സെക്കൻഡ് ഹാഫിൽ പോലും അത്യാവശ്യം കുറേ ഘട്ടത്തിൽ നമ്മൾ തന്നെ ഒരു ടെൻഷൻ വരും, അയ്യോ കൈവിട്ട് പോകും. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ബാലൻസ് ചെയ്ത് തന്നെ തരുൺമൂർത്തി തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് അടിക്കില്ല. ബിക്കോസ് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് സിനിമ എൻഡ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. എമ്പുരാനിലെ പലരും ഇങ്ങനെ പറയുന്നുണ്ടാകും മാസ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല ലാലേട്ടൻ ഉപയോഗിച്ചുള്ളൂ. ഇവിടത്തിൽ പക്ഷെ അങ്ങനെയല്ല. ഇല്ല, ഒരിക്കലും അല്ല. മോഹൻലാൽ ഏറ്റവും ബെസ്റ്റായിട്ട് കുറേ വർഷങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്തത് തരുൺമൂർത്തി തന്നെയാണ്. കോമഡി ഉണ്ട്, നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കോമഡി, ഇമോഷൻ, എല്ലാം വളരെ നന്നായിട്ട് തന്നെ ലാലേട്ടനെ ഏറ്റവും നന്നായിട്ട് പിഴുകിയെടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഫാൻ ബോയ് കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട് തരുൺ. കുറേ നാളുകൾക്ക് ശേഷം മലയാളികൾക്ക് ലാലേട്ടനെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ ഓരോ പടങ്ങൾ നമ്മളെ കാണാറുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ലാലേട്ടനെ തിരിച്ചു കിട്ടിയ ഒരു ചിത്രം തന്നെയാണ് തുടരും. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം, വളരെ മികച്ചൊരു കാസ്റ്റിംഗ് തരുൺ സാറ് അവരുടെ ടീം നടത്തിയിട്ടുണ്ട്. തുടരിൻ്റെ ബിനു പപ്പു അടങ്ങിയ ടീം നടത്തിയിട്ടുണ്ട്. അതിൽ ഉദാഹരണം തന്നെ ഈ 2 വില്ലൻ കഥാപാത്രം ചെയ്തേക്കുന്നത്, അത് സിനിമ കണ്ടാലേ അത് ആരൊക്കെയാണ് എന്നുള്ളത് വളരെ മികച്ച രീതിയിൽ തന്നെ നായകനൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു വില്ലൻ വേഷം തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തിരിക്കുന്നത്.